ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ KTM RC390 ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത 220യുടെ ഒരു എന്താ പറയുക റീസ്റ്റോറേഷൻ വീഡിയോ ആയിരുന്നു. അതിൻ്റെ 2-3 പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും കുറച്ച് പെൻഡിങ് ജോബുകളുണ്ട്. അതാണ് ഞാൻ ആ വീഡിയോയിലോട്ട് പോയത്. നമ്മുടെ 220 ഇരിപ്പുണ്ട്. ചെറിയ കുറച്ച് പെയിൻറ്റിങ് വർക്കുകളും സ്റ്റിക്കറിങ് വർക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈൻ ഒന്ന് മാറണം. അതുപോലെ തന്നെ നമ്മുടെ പഴയ KTMൽ വേറൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെയിൻ ഒന്ന് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയ 390യുടെയാണ്. അപ്പോൾ പുതിയ 390 നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം ആകുന്നു എടുത്തിട്ട്. അപ്പോൾ കാര്യമായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ പാർട്സുകൾ അവൈലബിൾ അല്ലായിരുന്നു. അതായിരുന്നു ഒരു പ്രശ്നം. പക്ഷേ ഞാൻ വണ്ടി എടുത്തപ്പോൾ തൊട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എക്സോസ്റ്റിലൊരു മോഡിഫിക്കേഷൻ. സോ അതിപ്പോൾ കുറേ നാളുകളുടെ വെയിറ്റിങ്ങിന് ശേഷമാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിതിന് മുമ്പ് നമ്മുടെ മറ്റേ പഴയ ബൈക്കിൽ ചെയ്തിരുന്ന അതേപോലെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ വേണ്ടി വന്നു. ഇതാണ് നമ്മുടെ 390യുടെ പുതിയ എക്സോസ്റ്റ്. ഒരു സ്ലിപ്പ് ഓൺ എക്സോസ്റ്റാണ്, ഫുൾ സിസ്റ്റം പോലൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പഴയൊരു കളക്ടറിൽ നിന്ന് തന്നെ ഇവിടെ നമ്മളൊരു ബെൻ പൈപ്പ് കണക്ട് ചെയ്തിട്ട് എക്സോസ്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു ക്ലാമ്പൊക്കെ താൽക്കാലികമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുന്നത് വർക്കല്ല. ഇന്നലെ വേറെ എന്താ പറയുന്നത് നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ട് ക്ലാമ്പൊന്നും കിട്ടാഞ്ഞിട്ട് താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലാമ്പാണ്. ഇതിപ്പോൾ ഇതിൽ കുറച്ച് ഫാബ്രിക്കേഷൻ വർക്ക് കൂടെ ചെയ്യാനുണ്ട്. ബട്ട് ഫിറ്റിംഗ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് നമ്മുടെ BS6 ടൈപ്പ് എക്സോസ്റ്റ് ആണല്ലോ പുതിയ വണ്ടികൾക്കും, അതുപോലെ തന്നെ 2022 ശേഷം ഇറങ്ങിയിരിക്കുന്ന വണ്ടികൾക്കൊക്കെ. അപ്പോൾ 21-22 അപ്പോൾ അതിലെന്ന് വെച്ചാൽ നമുക്ക് പഴയ ടൈപ്പ് ബെൻഡ് വൈപ്പ് ഫിക്സ് ആകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു ബെൻഡ് വൈപ്പ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പുതിയ ആ ഒരു പഴയ ബെൻഡ് വൈപ്പുമായിട്ട് വെച്ച് കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് ചെയ്തിരിക്കുന്നതെന്ന്. സോ ചിലപ്പോൾ നിങ്ങൾക്കും ഇങ്ങനൊരു അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആവും. ആണ് നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് ജസ്റ്റ് ഇവിടുത്തെ ഒരു കണക്ഷൻ, അതായത് ഇവിടെ വരുന്ന കണക്ഷൻ ഒരു 12ഉം 13ഉം നട്ടും ബോൾട്ടും വന്നാൽ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു എൻഡ് റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു എൻഡിൽ ഇവിടെ ഒരു ക്ലാമ്പാണ് വരുന്നത്. അവിടെ ഒരു 12ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ അതും റിമൂവ് ചെയ്താൽ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് പുറത്തോട്ട് എടുക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ജോലി പോലും ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സോസ്റ്റ് അത്യാവശ്യം ഒരു 2-3 കിലോ വെയിറ്റ് ഉണ്ട്. പിന്നെ സൗണ്ട് വന്നിട്ട് എന്താ പറയുക തീർത്തും ഒട്ടും സൗണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഒരു നല്ലതും അതുപോലെ തന്നെ കുറച്ച് ചീത്തയൊന്നും പറയാനില്ല. നമുക്ക് പുറത്താണെങ്കിൽ ഇപ്പോൾ വളരെ വലിയ ശബ്ദത്തോടൊന്നും ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ടെമ്പററി സെറ്റപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാര്യം ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ബെൻഡ് വൈപ്പ് വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ഇതിൽ വെച്ചാൽ എങ്ങനെയുണ്ട് എന്ന് ഒന്ന് അറിയണമെന്ന്. ഓൾറെഡി നമ്മൾ BS4 390 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 2017 മോഡലിൽ. അപ്പോൾ നമ്മളൊരു 2018-19 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എക്സോസ്റ്റൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം അതൊരു 61mm എക്സോസ്റ്റ് ആയിരുന്നു ഇരിക്കുന്നത്. ഇത് 51mm എക്സോസ്റ്റാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് ചെയ്യണം, ഒരു ടൈം പാസ് അങ്ങനെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി റൈഡ് ചെയ്യാനോ ഒന്നും സൗണ്ട് അധികം ഉണ്ടാക്കി നടക്കാനോ ഒന്നും അല്ല. ഇതിന് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ, സൗണ്ട് കൂടുതലുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ടൊരു ശല്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ശബ്ദമൊന്നുമില്ല. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശബ്ദമല്ല ഈ ഒരു എക്സോസ്റ്റിൽ നിന്ന് വരുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ ഒരു കളക്ടർ ഉള്ളതുകൊണ്ട് ഒരു ഓപ്പൺ എക്സോസ്റ്റിൻ്റെ തരത്തിലുള്ള ഒരു വെറുപ്പിക്കുന്ന സൗണ്ടൊന്നും ഈ എക്സോസ്റ്റിന് ഇല്ല. ഒരു സിംഗിൾ സിലിണ്ടറിൻ്റെ ഒരു മാക്സിമം ആ ഒരു സ്വീറ്റ്നെസ് ഈ ഒരു എക്സോസ്റ്റിൽ കൂടെ കിട്ടും നമുക്ക്. ഈ എക്സോസ്റ്റ് ഞാനൊരു ലോങ് ടേം യൂസിന് വെച്ചിരിക്കുന്നതല്ല. അപ്പോൾ ഇത് കാണുന്ന പലർക്കും ഒരു തോന്നലുണ്ടാകും ഇതുകൊണ്ട് എൻജിന് പ്രശ്നമുണ്ടാകും, മറ്റ് പ്രശ്നങ്ങൾ അത് ഇതെന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനേ വെച്ചിട്ടല്ല. ഈ താൽക്കാലികമായിട്ട് ആ ഒരു സൗണ്ട് ഒരു വ്യത്യാസം തോന്നണം, അങ്ങനെ ഒരു പ്ലാനിലും പിന്നെ കുറച്ചൊന്ന് വെയിറ്റ് ഒന്ന് കുറയ്ക്കാം, ആ ഒരു പ്ലാനിൽ മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യാൻ മെയിനായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ബൈക്കിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ വന്നിരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു ബെൻഡ് വൈപ്പ് വാങ്ങി. ഇത് ആമസോണിലെല്ലാം നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ആമസോണിലും മറ്റ് മാർക്കറ്റുകളിലെല്ലാം കിട്ടും.
നമുക്ക് 800 രൂപ 850 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഇതിനൊരു പ്രൈസ് വരുന്നത്. സോ ഇത് BS4 വരുന്ന മോഡലാണ്. ഇത് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഈ ഒരു എൻഡിലേക്ക് ടിപ്പ് ഫിറ്റ് ആകത്തില്ല. സോ അപ്പോൾ ചിലർ വന്നിട്ട് ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് ഒന്ന് പ്ലേസ് ചെയ്ത് ക്ലാമ്പ് ചെയ്യുന്ന കാണാം. പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും ഈ ഒരു വശത്തിനകത്തോട്ട് ഒരു വെൽഡിംഗ് ആണ് വരുന്നത് സെപ്പറേറ്റ് ആയിട്ട്. സോ അത് വന്നിട്ട് ഡയറക്റ്റ് ഫിറ്റ് ആകണം എന്നില്ല. സോ ഈ കാണുന്ന പോർഷൻ സെപ്പറേറ്റ് ആണ്, ഇത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു എൻഡ് ഈ ഒരു പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ എക്സോസ്റ്റിൻ്റെ പോർഷൻ ഇവിടെ ഫിറ്റ് ചെയ്തു, ഇങ്ങനെ വെച്ചു. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ സ്വിങ്ങാമിൻ്റെ താഴെ ഇവിടെയായിട്ട് ടച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതാകുമ്പോൾ അത്യാവശ്യം ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്. നമുക്ക് മേലോട്ട് പോകുമ്പോൾ ഇതിൽ കൊള്ളത്തില്ല, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് വന്ന് ടച്ച് ചെയ്യാനുള്ള സാഹചര്യമില്ല. പക്ഷേ ഈ ഒരു എക്സോസ്റ്റ് നമ്മൾ ഇങ്ങനെ പൊസിഷനിൽ വെച്ചാൽ ഇതിൻ്റെ താഴെ വന്നിട്ട് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സ്വിങ്ങാമിൽ. സോ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു പ്ലേസ്മെൻ്റ് ആകും അത്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ പൊസിഷൻ തിരിച്ച് ഫിക്സ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്താൽ ഈസി ആയിട്ട് ഇത് ഉള്ളിലേക്ക് കയറും, നല്ല ടൈറ്റ് ഫിറ്റായിട്ട് തന്നെ. സോ എന്നിട്ട് സ്പ്രിങ് ഇടുക. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, കാര്യം വെക്കണ്ട. കാര്യം ഇന്നലെ ഇത് ലേറ്റിൽ കൊണ്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അടുത്ത ദിവസം എടുക്കുന്ന വീഡിയോ ആണിത്. സോ അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് കൂടെ പെൻഡിങ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷൻ വരെ ലൈനുകൾ ഇട്ടു. എന്നുവെച്ചാൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ലൈനുകൾ ഇട്ടു. എന്നിട്ട് ഫിക്സ് ചെയ്തു. അതിനകത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്യാസ്കറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഇതിന് സ്റ്റോക്ക് ഒരു ഗ്യാസ്കറ്റ് വരും. അത് നമ്മുടെ ഇവിടെയൊക്കെ പൊടിഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെങ്ങനെ പഴയ ഗ്യാസ്കറ്റിൻ്റെ പീസുകളാണ്. സോ ആ ഒരു ഗ്യാസ്കറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ലീക്കൊന്നുമില്ല. അതിന് ശേഷം ഡയറക്റ്റ് ഈ ഒരു പൈപ്പ് ഇതിലേക്ക് കയറ്റി ഈ 12ൻ്റെ ബോൾട്ട് ഈ ഒരു ലോക്ക് ചെയ്ത് ബോൾട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലാമ്പ് ഉണ്ടാക്കണമായിരുന്നു. സോ ഈ എക്സോസിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു റൗണ്ട് ക്ലാമ്പ് വരുന്നുണ്ട് വിത്ത് റബ്ബറൊക്കെ. അത് ഭയങ്കര വൃത്തികേടാണ് കണ്ടാൽ. അപ്പം അതിന് പകരം ഞാൻ ശരിക്കും പ്രിഫർ ചെയ്തത് ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മുടെ ഇതിൻ്റെ പുറകിൽ വരുന്ന ഒരു MC-യിലേക്ക് 10ൻ്റെ ബോൾട്ടിലേക്ക് ഡയറക്റ്റ് ഒരു ചെറിയൊരു ക്ലാമ്പ്, ഇതുപോലൊരു ക്ലാമ്പ് ഫിക്സ് ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാതെ കാഴ്ചയ്ക്കൊരു വൃത്തിയായിട്ടിരിക്കും എന്ന് വിചാരിച്ചാൽ. കാര്യം ഇത് ഞാൻ ഓൾറെഡി അങ്ങനെ മേക്ക് ചെയ്തിരുന്ന ഒരു ബെൻഡ് പൈപ്പാണ്. ഇത് നമ്മുടെ പഴയ ബൈക്കിന് വേണ്ടി മേക്ക് ചെയ്തിരിക്കുന്നതാണ്. സോ അതിൻ്റെ BS4 ടൈപ്പ് എക്സോസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഡയറക്റ്റ് ഫിറ്റ് ആകും. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തൊന്ന് നശിപ്പിക്കാമായിരുന്നത്. ഇതിന് വേണ്ടി പുതിയൊരു ബെൻഡ് വാങ്ങിച്ചത്. അപ്പോൾ അത് ചെയ്ത ആ ഒരു ഫാബ്രിക്കേറ്ററിൻ്റെ അടുത്തല്ല ഞാനിത് ചെയ്തത്. അതുകൊണ്ട് പുള്ളി അത്ര വെൽ എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു ഇങ്ങനെയുള്ള വർക്കുകളിലൊന്നും. പക്ഷേ എനിക്ക് സമയമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത് ഫിറ്റ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. കാര്യം ഇത് ഞാൻ ഓപ്പൺ ചെയ്താണ് കൊണ്ടുപോയി. ഈ ഒരു സൈഡ് എക്സോസ്റ്റ് ഇല്ലാതാണ് ഞാൻ അവിടെ കൊണ്ടുപോയത്. ഏകദേശം 10-40 കിലോമീറ്ററോളം ബൈക്ക് ഓടിച്ചാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് വെക്കാതെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാര്യം 2-3 ദിവസം ഇപ്പോൾ ഓണത്തിൻ്റെ അവധി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ താൽക്കാലികമായിട്ട് ഫിക്സ് ചെയ്തതാണിത്. അപ്പോൾ ഇതില്ലാതെ സത്യം പറഞ്ഞാൽ ബൈക്ക് ഒരു 10 കിലോമീറ്റർ പോലും ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ഇയർ പ്ലഗ് ഒന്നും ഇല്ലെങ്കിൽ ചെവി അടിച്ച് പോകുന്ന തരത്തിലുള്ളൊരു ശബ്ദമാണ് നമുക്ക് ഈ ഒരു സൈഡ് എക്സോസ്റ്റ് ഇല്ലെങ്കിൽ 390 ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ അത്രയും ഒച്ചത്തിലുള്ള സൗണ്ടൊക്കെ വെച്ച് ഓടിക്കുന്നതും അത്ര ശരിയല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെച്ച് തിരിച്ചെടുക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതും. സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു ക്ലാമ്പ് വാങ്ങിച്ചു. എന്നിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്തു. സോ ഇത് ആ ഒരു സ്റ്റോക്ക് ക്ലാമ്പിലോട്ട് തന്നെയാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാഴ്ചയ്ക്ക് വലിയ വൃത്തികേടൊന്നുമില്ല. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഈ ഒരു സിൽവർ കളർ അത്ര മാച്ചല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സിൽവർ ഫീല് ബ്ലാക്കിലേക്ക് ഉടനെ മാറ്റും. കാര്യം ഇന്ന് നമുക്ക് ലീവ് ദിവസമാണ്, ഓണത്തിൻ്റെ ലീവാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇതിനെ വർക്കിന് വേണ്ടി കിട്ടത്തില്ല. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന ഭാഗമായിട്ട് ഞാൻ ഇതുകൂടെ കാണിച്ചാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താനുണ്ട്. നല്ല 450 രൂപയ്ക്ക് എന്തോ ആണ് എനിക്കൊരു ഫിറ്റിംഗ് കോസ്റ്റ് വന്നിരിക്കുന്നത്. അത് അധികം വലിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സ്പീരിമെൻ്റ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിൽ കുറച്ചൊരു മാറ്റം വരുത്താം. ബൈക്ക് നമുക്ക് ഒരുപാട് ശബ്ദമൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ബേസി ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു രസമുള്ളൊരു സൗണ്ട് കിട്ടും ഈ എക്സോസ്റ്റിൽ നിന്ന്. എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടിട്ട് വരാം.